നമസ്കാരം. ഇന്നിതുവരെയിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. കൊല്ലം ചടയമംഗലത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. കാറിലെ യാത്രക്കാരെ ഗുരുതര പരിക്കുകളോടെ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചടയമംഗലം മുരുക്കാമണ്ണിലാണ് അപകടം. അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എങ്ങനെയുണ്ട് അപകടം പറ്റിയാളുടെ ആരോഗ്യനില? സുഹേൽ, കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൊല്ലം ചടയമംഗലം പാതയിൽ ഇത്തരം അപകടം ഉണ്ടാകുന്നത്. പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും എയർപോർട്ടിൽ നിന്ന് ഈ അഞ്ചലിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് ആദ്യഘട്ടത്തിൽ കൂട്ടിയിടിച്ചത്. തുടർന്ന് ഈ കാറിന്റെ സമീപത്ത് കൂടി പോയ ഓട്ടോയിലും ഈ ബസ് ഇടിച്ചു. ഈ കാറിലും അതുപോലെ തന്നെ ഓട്ടോയിലും ഉണ്ടായിരുന്നവർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഉള്ളിലുണ്ടായിരുന്ന യുവതിയുടെ നില അതീവ ഗുരുതരമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബസ്സിനുള്ളിലുണ്ടായിരുന്ന 8 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് ഡ്രൈവർ അമിത വേഗത്തിൽ എത്തിയതാണ് അപകടത്തിന്റെ കാരണമെന്നുള്ളതാണ് ബസ്സിൽ യാത്രക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഇപ്പോൾ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം. ഈ KSRTC ഡ്രൈവറെ ഇപ്പോൾ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വാഹനം നേരത്തെ തന്നെ അമിത വേഗതയിലായിരുന്നു. ഈ വാഹനം അമിത വേഗതയിൽ എത്തിയപ്പോഴാണ് എതിരെ വന്ന കാറിൽ ഇടിക്കുകയും അതിന്റെ സമീപത്ത് വന്ന മറ്റൊരു ഓട്ടോയിൽ ഇടിക്കുകയും ചെയ്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന അമ്മയും കുഞ്ഞും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അരുൺരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ DMOR എന്ന തർക്കത്തിന് പരിഹാരം. കോടതി വിധി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡോക്ടർ ആശാദേവി ചുമതല ഏറ്റെടുത്തു. തർക്കത്തെ തുടർന്ന് ഇന്നലെയും ഇന്നും ഡോക്ടർ ആശാദേവിയും നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രനും DMO ഓഫീസിലെത്തി 2 കസേരകളിലായി ഇരിപ്പുറപ്പിക്കുകയായിരുന്നു. രാഹുൽ സുരേഷ് ചേർന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, കസേരക്കളിക്കൊടുക്കം വിരാമം, എന്താണ് വിശദാംശം? കോഴിക്കോട്ടെ DMOമാരുടെ കസേരക്കളിക്ക് ഒടുക്കം വിരാമമായിരിക്കുകയാണ്. ഡോക്ടർ ആശാദേവി ചുമതലയെടുത്തു. ഈ ആശാദേവിക്ക് ഈ പദവിയിലേക്ക് വന്നതിന് ശേഷം ഈ പദവി ഒഴിഞ്ഞുകൊടുക്കില്ലെന്ന് നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രൻ തർക്കിക്കുകയും 2 ദിവസമായി ഇരുവരും DMO ഓഫീസിൽ രാവിലെ മുതൽ എത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കസേരകളിൽ ഇരുന്ന് തർക്കം തുടരുകയുമായിരുന്നു. ഇതിനിടയിൽ പ്രതിഷേധവുമായി ജീവനക്കാരടക്കം രംഗത്തെത്തി. ഒരു ജില്ലയുടെ ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന DMOമാരുടെ തർക്കത്തിനൊടുക്കം വിരാമമായിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ സുരേഷ്, രാഹുൽ, എന്താണ് തീരുമാനം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, കോഴിക്കോട് DMO ഓഫീസിൽ 2 ദിവസമായി നടന്ന കസേര കളിയിൽ ഒടുവിൽ ആശാദേവി വിജയിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ആശാദേവി DMO ആയി ഇവിടെ ചുമതല ഏറ്റിട്ടുണ്ട്. 2 ദിവസമായി നമ്മൾ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിനൊടുവിൽ അല്പസമയം മുമ്പാണ് ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMO ആക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവ് കൈപ്പറ്റിയ ശേഷമാണ് അവർ ആ സ്ഥാനം ഏറ്റിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടുത്തെ നേരത്തെ DMO ആയിട്ടുള്ള ഡോക്ടർ N രാജേന്ദ്രൻ ഇവിടെ നിന്നും പോകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നേരം നമ്മളകത്ത് ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും 2 ദിവസം നീണ്ട ഒരു അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ ആശാദേവിയെ കോഴിക്കോട് DMO ആയിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 9-ാം തീയതി ഇത് സംബന്ധിച്ച സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അതിൽ 7 പേരുടെ സ്ഥലമാറ്റമാണ് പറഞ്ഞിരുന്നത്. ആ സ്ഥലമാറ്റങ്ങൾ അതേപടി നടപ്പാക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. അതുപ്രകാരം ഡോക്ടർ N രാജേന്ദ്രൻ, നിലവിലെ DMO ആയിരുന്ന ഡോക്ടർ N രാജേന്ദ്രൻ DHSന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി തിരുവനന്തപുരത്ത് ചുമതലയേൽക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് ഡോക്ടർ N രാജേന്ദ്രൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. തനിക്ക് ഉത്തരവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഡോക്ടർ ആശാദേവിയോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞു. അപ്പോഴും അവരും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനുമില്ല, താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് മറ്റ് പ്രതികരണത്തിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും 2 ദിവസത്തെ അനിശ്ചിതത്വത്തിനാണ് സർക്കാർ ഉത്തരവോടെ, ആരോഗ്യവകുപ്പിന്റെ ഉത്തരവോടെ ഒരു കർട്ടൻ വീഴുന്നത്. ഇപ്പോൾ MG പ്രതീക്ഷയുടെ തിരുവനന്തപുരത്ത് ചേർന്നു. പ്രതീക്ഷ, ഇപ്പോൾ പ്രത്യക്ഷത്തിൽ രാജേന്ദ്രനും ആശാദേവി മാത്രമാണ് പ്രശ്നമെങ്കിലും ഈ അടുത്ത് വന്ന ഈ DMOമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പരക്കെ ആക്ഷേപമുണ്ട്. രാഷ്ട്രീയ സ്വാധീനം, ഇടപെടൽ സ്ഥലം മാറ്റത്തിൽ ഉണ്ടായെന്ന് പറയുന്നു. ഈ DHS ആണ് ഇത്തരത്തിൽ DMOമാർ സ്ഥലം മാറ്റുമെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിലൊരു അധികാര തർക്കമുണ്ടായ 2 ദിവസം വേണ്ടി വന്നോ DHSനും വകുപ്പ് മന്ത്രിക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ? എന്തൊക്കെയാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനങ്ങൾ?
സുഹൈൽ, ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടായ സിനിമാ സ്റ്റൈൽ കസേരകളിയാണ് കോഴിക്കോട് DMO ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായത്. വൈകിയെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞുവെന്നതാണ് ഇപ്പോൾ പുതുതായി വരുന്ന വിവരം. കാരണം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് കാര്യമായി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ തർക്കത്തിലേക്ക് വഴിവെച്ചത്. കാരണം 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട 7 പേരുടെ ഈ ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങുന്നു. അതിൽ ചിലർ കോടതിയെ സമീപിക്കുകയും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. തുടർന്ന് അതിനുശേഷം ഈ സ്റ്റേ കോടതി പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഈ കോടതി ഉത്തരവിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നിലവിലെ DMO ഡോക്ടർ രാജേന്ദ്രൻ ഈ സ്ഥലം മാറി പോകാൻ വിസമ്മതിച്ചത്. ഇതോടുകൂടിയാണ് അവിടെ ഒരു തർക്കമുണ്ടായത്. പിന്നീട് ആരോഗ്യവകുപ്പ് ഇടപെടുകയും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം ഒരു ഉത്തരവായി തന്നെ നൽകിയിരുന്നു. മോസ്റ്റ് അർജന്റ് എന്ന പേരിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും പിന്നീട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ ആശാദേവി കോഴിക്കോട് പുതിയ DMO ആയി ചുമതലയേറ്റിരിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാനുള്ളത്. വൈകിയെങ്കിലും കോഴിക്കോട്ടെ DMOമാരുടെ കസേരക്കളിക്ക് വിരാമം. സർക്കാർ ഇടപെടലുണ്ടായിരിക്കുന്നു. MG പ്രതീഷും രാഹുൽ സുരേഷുമാണ് വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തെ കുടിവെള്ള വിതരണം ഇന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലാകുമെന്നും മേയർ പ്രസന്ന ഏണസ്റ്റ്. വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷനും ഇതിനായി ശ്രമം നടത്തുകയാണെന്നും മേയർ 24-നോട് പറഞ്ഞു. കുടിവെള്ള പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി എടുക്കേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് ഇന്നലെ ഞാൻ മരണ വീട്ടിൽ പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഡിസംബർ മാസം 15-ാം തീയതിയാണ് നമ്മുടെ ശാസ്താംകോട്ടയിൽ നിന്നുള്ള കൊല്ലം പട്ടണത്തിലേക്ക് എത്തേണ്ട വലിയ പൈപ്പ് ലൈൻ വന്നിട്ടുള്ള പാലം തകർന്നത്. ആ പാലം തകർന്നതിന് ശേഷം ഉടനെ തന്നെ അടിയന്തരമായിട്ട് ഇവിടുന്ന് മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും അതിനോടൊപ്പം തന്നെ ഇതേ നമ്മുടെ ചവറയിൽ MLA അടക്കം അവിടെ വരികയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും അവിടെ വെച്ച് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററുമായി ഫോണിൽ സംസാരിക്കുകയും ഉടനെ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യുദ്ധകാല അടിസ്ഥാനത്തിൽ കൈയും മെയ്യും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്, ഒരുമിച്ച് കൈകോർത്തുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം വലിയ വലിയ മെഷീനറി വേണമായിരുന്നു. ആ മെഷീനറി അടക്കം വളരെ പെട്ടെന്നാണ് നമ്മൾ എത്തിച്ചത്. വലിയ ക്രെയിൻ വേണമായിരുന്നു, ഡ്രഡ്ജർ വേണമായിരുന്നു, ഇതിനാവശ്യമായ പൈപ്പ്, ഇതെല്ലാം നമ്മൾ ഒരു പ്രൊസീജിയർ നോക്കിയിട്ടില്ല. അതാണ് ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ സഹായം, അതുപോലെ ഉദ്യോഗസ്ഥര് കൈയും മെയ്യും മറന്നു നിന്ന് തന്നെയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്തത്. ഇന്നതുവരെ തുടരുന്നു. അഴിമതി ആരോപണങ്ങളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ച് നേരിട്ട് ഹാജരാകണമെന്ന് ലോക്പാൽ. അടുത്ത മാസം നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അച്യുതൻ ഡൽഹിയിൽ ചേർന്ന അച്യുതൻ, ഹിൻഡൻബർഗ് പുറത്തുവിട്ടൊരു റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ചില പേപ്പർ കമ്പനികൾ ഈ മാധവി ബുച്ചിനും ഭർത്താവിനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഈ കേസിൽ ഇപ്പോൾ ഹിയറിംഗിന് വിളിപ്പിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് MP മഹുവ മൊയ്ത്ര പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നവംബറിൽ സെബി മേധാവിയോട് വിശദീകരണം ലോക്പാൽ തേടിയിരുന്നു. അത് പ്രകാരം സെബി മേധാവി മാധവി ബുച്ച് വിശദീകരണം നൽകുകയും ചെയ്തു. എന്നാൽ നിലവിലിപ്പോൾ വിളിച്ചു വരുത്തുന്നത് ഈ ഓറൽ ഹിയറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ വാക്കാലുള്ള ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ അത് രേഖപ്പെടുത്തുന്നതിനായാണ് ലോക്പാൽ ഇപ്പോൾ മാധവി ബുച്ചിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത മാസം ഹാജരാകാനാണ് മാധവി ബുച്ചിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരാതി നൽകിയ മഹുവ മൊയ്ത്ര MP-യോടും അതേ ദിവസം എത്താനായി ലോക്പാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നേരത്തെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലോക്പാൽ തേടിയിരുന്നു. നിലവിൽ നേരിട്ട് ഹാജരാകാനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം കേൾക്കുന്നതിനുമായാണ് ലോക്പാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുഹൈൽ, ശരിയാണ്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് നിയന്ത്രണം വന്നേക്കും. വയനാട്ടിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ആഘോഷങ്ങൾക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പഞ്ചായത്തിന്റെയും അനുമതി വേണമെന്ന് ഹൈക്കോടതി. അപേക്ഷകളിൽ ഈ മാസം 28-നകം തീരുമാനമെടുക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, ഇങ്ങനെ നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി എത്താൻ കാരണം എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ ഈ പുതുവത്സരാഘോഷങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും നിയന്ത്രണം വരും എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. അതായത് വയനാട്ടിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ആഘോഷങ്ങൾക്ക് മുൻകൂർ അനുമതി വേണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പഞ്ചായത്തിന്റെയും അനുമതിയാണ് ആവശ്യം.
എല്ലാ അപേക്ഷകളിലും 28-നകം നടപടിയെടുക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, സുരക്ഷ അടക്കം മുൻകൂട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ഓഫീസായി തെരഞ്ഞെടുക്കപ്പെട്ട മാവേലിക്കര ജോയിന്റ് RTO ഓഫീസിൽ ലഭിച്ച സമ്മാനത്തുക ഭിന്നശേഷിക്കാരന് തന്നെ നൽകി. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തന്നെ നേരിട്ടെത്തിയാണ് നൂറനാട് ഇടക്കുന്നം തുണ്ടിൽ സേതുനാഥിന് തുക സമ്മാനിച്ചത്. ഈ മാസം 3-ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ തൃശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R ബിന്ദുവാണ് മാവേലിക്കര ജോയിന്റ് RTO ഓഫീസിന് പുരസ്കാരത്തുകയായ 25,000 രൂപയും ഫലകവും സമ്മാനിച്ചത്. പുരസ്കാരത്തുക ഭിന്നശേഷി സൗഹാർദ്ദ പ്രവർത്തനത്തിന് നീക്കിവെക്കണമെന്ന് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ്മ തീരുമാനിച്ചു. വിവരം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ ജോയിന്റ് RTO MG മനോജ് അറിയിച്ചു. അർഹനായ ഒരു ഭിന്നശേഷി വ്യക്തിയെ കണ്ടെത്തി ഈ തുക സമ്മാനിക്കുവാൻ മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു. തുടർന്നാണ് ചാരമൂട് ജംഗ്ഷനിലും പരിസരത്തും ലോട്ടറി വ്യാപാരം നടത്തുന്ന ഭിന്നശേഷിക്കാരനായ സേതുനാഥിനെ കണ്ടെത്തിയത്. ജന്മന അരയ്ക്കു താഴെ ശരീരഭാഗങ്ങളില്ലാത്തയാളാണ് സേതുനാഥ്. ലോട്ടറി വ്യാപാരത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ തുകയിലാണ് മാതാവ് ഉൾപ്പെടെയുള്ള കുടുംബം ജീവിതം തള്ളി നീക്കുന്നത്. സേതുവിന്റെ അവസ്ഥയറിഞ്ഞപ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തിന് തുക കൈമാറാമെന്നറിയിച്ചു. ഇന്നലെ വൈകിട്ട് ചാരുമൂട് ജംഗ്ഷനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മാവേലിക്കര MLA MS അരുൺകുമാറിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി തുക കൈമാറി. 24 ആലപ്പുഴ. ക്രിസ്മസിനെ വരവേറ്റ് നാടും നഗരവും. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നാടും നഗരവും കടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പഞ്ചായത്തിലെ കോളംകുളത്ത് കുട്ടികളുടെ കലോത്സംഗം ഇറങ്ങിക്കഴിഞ്ഞു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിലൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. നാച്ചുറൽ ബ്യൂട്ടിയാണ് അത്. 60 വർഷത്തോളം പഴക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ജോസേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പിന്നെ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രത്യേക വിഭാഗമായിട്ടുണ്ടാക്കിയതല്ല. ഇവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹരീഷും അതുപോലെ തന്നെ സതീശൻ, ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ നിൽക്കുന്ന കുട്ടികൾ സംഘടിപ്പിച്ച പുൽക്കൂടാണ്. കഴിഞ്ഞ 5-6 വർഷമായി തുടർച്ചയായിട്ട് ഇത് നടത്തുന്നതാണ്. ഈ പുൽക്കൂടിനകത്ത് എന്തൊക്കെ പ്രത്യേകതകളില്ലേ? പുൽക്കൂടിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ഞൊങ്ങണിയിൽ തോമസ് എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു കുടിയേറ്റക്കാരനവരുടെ സ്വകാര്യ സമ്പാദ്യത്തിലുള്ളതാണ് ഈ 60 വർഷത്തിലധികം പഴക്കമുള്ള ഉണ്ണിയേശുവിൻ്റെയും ആട്ടിടയന്മാരുടെയൊക്കെ രൂപം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ മണ്ണും മറ്റു സാധനങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ കരോത്സംഗം നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പാട്ടുകളൊക്കെ കേൾക്കാം. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമേലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമേലുണ്ണി പിറന്നല്ലോ. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. തിരുവനന്തപുരം കാരേറ്റ് ജംഗ്ഷനിൽ സൂപ്പർഫാസ്റ്റ് ബസ് കുഴിയിലകപ്പെട്ടു. MC റോഡിൽ വാട്ടർ അതോറിറ്റി കഴിഞ്ഞ ദിവസം കുഴിമൂടിയ ഭാഗത്താണ് ടാർ അടിഞ്ഞ് ബസ് കുഴിയിലകപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തിയ ബസ് നീക്കം ചെയ്യാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അജീഷ് കുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അജീഷ്, വലിയ ആഴത്തിലുള്ള കുഴിയാണോ? ബസ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടോ?
സുഹൈൽ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ MC റോഡിൽ കാരേറ്റ് ജംഗ്ഷനിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഈ വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണത്. വാട്ടർ അതോറിറ്റി ഇന്നലെയായിരുന്നു ഇവിടെ കുഴിയെടുത്ത് ഒരു പൈപ്പ് ഇട്ടതും. ഈ പൈപ്പ് ഇട്ടതിന് ശേഷം രാത്രിയോടെ തന്നെ ആ കുഴി മൂടി ടാറ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുവഴി പോയ ബസ്സാണ് ഇന്ന് അല്പസമയം മുമ്പ് ഈ കുഴിയിൽ അകപ്പെട്ടത്. ടാറ് ഇടിഞ്ഞു പൊളിഞ്ഞ് ബസ്സിൻ്റെ ടയറിൻ്റെ മുൻഭാഗം ഇതിനകത്തേക്ക് പെടുകയായിരുന്നു. പിന്നെ നാട്ടുകാരും അതേപോലെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി. ഈ ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ഈ ആളുകളെല്ലാം പുറത്തിറക്കിയ ശേഷം ബസ് വടം കെട്ടി പുറത്തേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം ബസ് അതിൻ്റെ റൂട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പൊൻകുന്നം ഭാഗത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കുഴിയിലകപ്പെട്ടത്. രജീഷ് ശകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമല നട ഇന്ന് അടയ്ക്കുമെന്ന വ്യാജ പ്രചാരണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരാതി നൽകി. 2 വർഷം മുമ്പുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അതേസമയം മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി. 1,06,000 തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തിയത്. തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. ദേവസ്വം മന്ത്രി VN വാസവൻ ഘോഷയാത്രയെ അനുഗമിക്കും. വൈകിട്ട് 6-ന് സന്നിധാനത്ത്, 6:30-യോടെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തിരക്കുയർന്നതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിലും സ്പോട്ട് ബുക്കിംഗിലും നാളെയും മറ്റന്നാളും നിയന്ത്രണമുണ്ട്. എന്നാൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ തടയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 26-ന് രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് തുറക്കുക 30-ന് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി. ശബരിമല നട ഇന്നടയ്ക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതൊരു വ്യാജ പ്രചരണമാണ്. അതൊക്കെ സത്യത്തിൽ വേറെ ചില താല്പര്യങ്ങളാണ്. ഇപ്പം ചുമ്മാ കയറി വരില്ല. ഏതെങ്കിലും ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ, അതിലൊരു പ്രസ്ഥാനമോ സംഘടനയോ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ, എന്തും പറയാമല്ലോ. അത് സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പ്രളയശേഷം നിർത്തിവെച്ച പമ്പാ സംഗമം പുനരാരംഭിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ജനുവരി 12-നാണ് സംഗമം നടത്തുക. 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. പ്രജിൻ C. കണ്ണൻ ചേരും. നന്ദി.